ജവഹർലാൽ നെഹ്റു എന്ന് പരാമർശിക്കാതെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു വരി പോലും എഴുതാൻ സാധിക്കുകയില്ല. പക്ഷെ നെഹ്റു ഇല്ലാത്ത ഇന്ത്യയാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം തന്നെ. അതുകൊണ്ടാണ് രാജ്യം 75ാം സ്വാതന്ത്ര്യ വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്ററിക്കൽ റിസർച്ച് പുറത്തിറക്കിയ സ്വാതന്ത്ര്യത്തിന്റെ അമൃത മഹോത്സവം എന്ന പോസ്റ്ററിൽ നിന്ന് നെഹ്റുവിനെ അവരങ്ങ് നൈസായിട്ട് ഒഴിവാക്കിയിരിക്കുന്നത്. കോൺഗ്രസ് മുക്ത ഭാരത് എന്ന് പുറമെ പറയുന്നുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ബി.ജെ.പി ലക്ഷ്യമിടുന്നത് തന്നെ നെഹ്റു മുക്ത ഭാരതം തന്നെയാണ്. പൂജ്യത്തിൽ നിന്ന് ഇന്ന് കാണുന്ന ഇന്ത്യയിലേക്കുള്ള രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് അടിസ്ഥാന ശില പാകിയ ദീർഘദർശിയെ മായ്ക്കാനുള്ള ബാലിശ ശ്രമങ്ങൾ അവർ നടത്തുന്നതും അതുകൊണ്ട് മാത്രം തന്നെയാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് 53 വർഷം പ്രവർത്തന പാരമ്പര്യമുള്ള നെഹ്റു യുവ ഭാരതത്തിന്റെ പേര് മേരാ യുവ ഭാരത് എന്നാക്കി മാറ്റിയതും. രാജ്യത്തെ 623 ജില്ലകളിലായി പ്രവർത്തിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ യുവജന സംഘടനയുടെ പേരുമാറ്റത്തിനുള്ള ശ്രമങ്ങൾ 2 വർഷങ്ങൾക്ക് മുൻപേ ബി.ജെ.പി ആരംഭിച്ച കാര്യം തന്നെയാണ്. തീൻമൂർത്തി ഭവനിൽ സ്ഥിതി ചെയ്യുന്ന നെഹ്റു സ്മാരക മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ പേര് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി എന്നാക്കിയതും കേന്ദ്രീയ വിദ്യാലയം നടത്തി വന്നിരുന്ന ജവഹർലാൽ നെഹ്റു നാഷണൽ സയൻസ് മാത്തമാറ്റിക്സ് ആൻഡ് എൻവയോൺമെന്റ് എക്സിബിഷൻ എന്ന പേര് രാഷ്ട്രീയ ബാൽ വൈജ്ഞാനിക് പ്രദർശിനി എന്നാക്കിയതും അതിന്റെ എല്ലാം ഭാഗം തന്നെയായിരുന്നു. ചൈന അതിർത്തിയിൽ പ്രകോപനം ഉണ്ടാക്കുമ്പോഴും കശ്മീരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഇന്നും ബി.ജെ.പിക്കാർ പഴിക്കുന്നത് നെഹ്റുവിനെ മാത്രമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ മാന്യതകളെല്ലാം കാറ്റിൽ പറത്തി സ്റ്റേറ്റ്മാൻ എന്ന വിശേഷണത്തിന് അർഹനായ നെഹ്റുവിനെ സഹോദരിക്കും അനന്തരങ്ങൾക്കുമൊപ്പം ഇരിക്കുന്ന ചിത്രം പ്രചരിപ്പിച്ച് സ്ത്രീലമ്പടനാക്കാൻ ശ്രമിക്കുന്നത് ബി.ജെ.പി തന്നെയാണ്. ഹിന്ദുത്വ തീവ്രവാദിയായ നാഥുറാം ഗോഡ്സെ കൊലപ്പെടുത്തിയ മഹാത്മാഗാന്ധിയെയും സർദാർ വല്ലഭായ് പട്ടേലിനെയും സുഭാഷ് ചന്ദ്രബോസിനെയും എന്തിന് അംബേദ്കറെ പോലും ചേർത്ത് പിടിക്കാൻ ബോധപൂർവം ശ്രമം നടത്തുന്നവർക്ക് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിനോട് തീർത്താൽ തീരാത്ത പക യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ബി.ജെ.പിയും ആർ.എസ്.എസും നെഹ്റുവിനെ ഇത്രമേൽ ഭയക്കുന്നതും അദ്ദേഹത്തിനെതിരെ തിരിയുന്നതും? ആർ.എസ്.എസ് എന്നും വെറുത്ത രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായിരുന്നു നെഹ്റു. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് കാരണക്കാരനാണ് എന്ന് നെഹ്റുവിനെ ചിത്രീകരിക്കുന്നവർക്ക് വിഭജനത്തോടെ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായി മാറണം എന്നായിരുന്നു ആഗ്രഹം തന്നെ. പക്ഷെ നെഹ്റു വിഭാവനം കണ്ടത് മതേതര ജനാധിപത്യ രാഷ്ട്രത്തെയായിരുന്നു. 1948 ഓഗസ്റ്റ് 24 ശ്യാമപ്രസാദ് മുഖർജിക്ക് എഴുതിയ കത്തിൽ ഹിന്ദുത്വ ശക്തികളോടുള്ള അദ്ദേഹത്തിന്റെ എതിർപ്പ് വ്യക്തമാണ്. ആർ.എസ്.എസിന്റെ താല്പര്യങ്ങളെ എതിർത്തവരുടെ പട്ടികയിൽ ഇന്നവർ ചേർത്ത് പിടിക്കാൻ തങ്ങളുടേതാക്കാൻ ശ്രമിക്കുന്ന പട്ടേലും ഹിന്ദുത്വ തീവ്രവാദി ഗോഡ്സെ കൊലപ്പെടുത്തിയ ഗാന്ധിജിയുമുണ്ട്. പക്ഷെ എതിർത്തവരുടെ പക്ഷത്തെ തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കിയത് നെഹ്റു ആയിരുന്നു. 1962 ഇന്ത്യ ചൈന യുദ്ധമാണ് മറ്റൊരു നെഹ്റുവിന്മേൽ ആരോപിക്കപ്പെടുന്ന മറ്റൊരു പോരായ്മ. ഇന്ത്യ ചൈന യുദ്ധം ലോക യുദ്ധമായി മാറുമെന്നാണ് നെഹ്റു കരുതിയത്. അതുകൊണ്ട് ഒരു യുദ്ധ സാധ്യത ഇല്ല എന്നായിരുന്നു നെഹ്റു കണക്ക് കൂട്ടിയത്. പക്ഷെ അത് ഇന്ത്യയെ നയിച്ചത് ഒരു ദുരന്തത്തിലേക്കാണ്. ഇന്ത്യയെക്കാൾ വലിയ ശക്തി ആയിരുന്നില്ല 62 ചൈന. രാജ്യത്തിന്റെ ആവാതെ മറ്റൊരു സൈനിക കരുത്തിന്റെ പിന്തുണ ആവശ്യമുണ്ട് എന്നും കരുതിയിട്ടില്ലായിരുന്നു. പക്ഷെ ചൈനയുടെ പോരാളികൾ അനുഭവ സമ്പത്തുള്ളവരായിരുന്നു. അയൽക്കാരുടെ കരുത്തിനെ വില കുറച്ച് കാണരുത് എന്നുള്ള പാഠമാണ് ആ യുദ്ധം ഇന്ത്യക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. സ്വന്തം കരുത്തിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണയാണ് 62 നെഹ്റുവിന്റെ തീരുമാനങ്ങൾക്ക് തിരിച്ചടിയായത്. പോർച്ചുഗീസ് ഭരണത്തിന്റെ കീഴിൽ നിന്ന് ഗോവയെ മോചിപ്പിക്കാൻ വൈകുകയായിരുന്നു. പുറത്തുപോയി പഠിച്ചതിനാൽ നെഹ്റു പാശ്ചാത്യവൽക്കരിക്കപ്പെട്ടുവെന്നും പാശ്ചാത്യവൽക്കരണം സാംസ്കാരികവും സാമൂഹികവുമായ നെഹ്റുവിന്റെ കാഴ്ചപ്പാടിനെ മലീമസമാക്കി. ഹിന്ദുത്വ പൈതൃകത്തെ അവഗണിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതിന് അതാണ് പ്രധാന കാരണമെന്നാണ് കുറ്റപ്പെടുത്തൽ. എഡ്വിൻ മൗണ്ട് ബാറ്റണുമായുള്ള പ്രണയത്തെ മുൻനിർത്തി നെഹ്റു സ്ത്രീലമ്പടനാണ് എന്നുള്ള വാദം തുടങ്ങി. നെഹ്റുവിനെ താറടിക്കാനുള്ള ശ്രമങ്ങൾ മാത്രമേ ബി.ജെ.പിയിൽ നിന്നും ആർ.എസ്.എസിൽ നിന്നും ഉണ്ടായിട്ടുള്ളൂ. ബി.ജെ.പിയുടെ അജണ്ട കൃത്യവും വ്യക്തവുമാണ്. നെഹ്റുവിനെ കാലക്രമേണ ചരിത്രത്തിൽ നിന്ന് മായ്ച്ചു കളയുക, ചരിത്രം തിരുത്തുക, ഹിന്ദു രാഷ്ട്രത്തിന് എതിര് നിൽക്കുന്നത് എന്തോ അത് തുടച്ചു മാറ്റുക. അത് നെഹ്റുവുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളോ ചരിത്ര നിർമ്മിതികളോ ആർക്കൈവുകളോ സംഘടനകളോ ഇനി പൊതുബോധം തന്നെയോ ആണെങ്കിൽ കൂടി അത് മായ്ക്കുക. പുതുതലമുറകളെ നെഹ്റു അജ്ഞരാക്കുക. അവർ കണ്ടും അറിഞ്ഞും വളരുന്നത് തങ്ങളുടെ ചിന്താധാരകളും ചരിത്രവുമാണെന്ന് ഉറപ്പിക്കുക. പക്ഷെ ഇന്ത്യ എന്ന സ്വതന്ത്ര രാജ്യത്തിന്റെ പാതി ചരിത്രമായ നെഹ്റുവിനെ ഇല്ലാതാക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ ഓരോന്നും അദ്ദേഹത്തെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒന്ന് തന്നെയാണ്. വിമർശിക്കുന്നതിനിടയിൽ നെഹ്റുവിന്റെ ഇന്ത്യയെ കണ്ടെത്തൽ ഒന്ന് ഓടിച്ചു നോക്കിയാൽ മതി. പ്രഥമ പ്രധാനമന്ത്രിയെ കുറിച്ചുള്ള മുൻവിധികൾ മാറ്റാനും യഥാർത്ഥ ഇന്ത്യയെ കണ്ടെത്താനും അത് ഉപകരിക്കുക തന്നെ ചെയ്യും.